എനിക്കായി ജീവൻ തന്നു യേശുവേ, എന്റെ ഭാരം എടുത്തു പുഞ്ചിരി പകർന്നു, ജീവിതം പുതുക്കി നീ യേശുവേ. എന്നെ തേടി വന്നു, എന്നെ സ്നേഹിച്ചു, എനിക്കായി ജീവൻ തന്നു യേശുവേ. ചിതറിപ്പോയ നമ്മൾ വിശ്വസിക്കുന്നതാണ് നമുക്ക് സംഭവിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ യേശു കർത്താവ് പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായൊരു ഭാഗമാണ്. നമ്മൾ വിശ്വസിക്കുന്നതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭയമെന്ന് പറയുന്ന ഈ ഒരു കാര്യം വാസ്തവത്തിൽ അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. അത് സംഭവിക്കും, അത് സംഭവിക്കാൻ പോകുന്നു, ആ സംഭവിക്കുന്ന കാര്യം എനിക്കത്ര നല്ലതല്ല, അതെനിക്കൊത്തിരി ദോഷവും വിഷമവും ദുഃഖവും ഉണ്ടാക്കുന്നതാണ് എന്നുള്ള നമ്മുടെ ആ ചിന്ത, ആ ഭയചിന്ത, അത് നമ്മുടെ വിശ്വാസമാണ്. അതിൻ്റെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ ഭയപ്പെടുത്തുന്ന ചിന്ത നമുക്ക് നല്ലത് വരുമെന്ന് ചിന്തിക്കുന്ന ഫ്രീക്വൻസിയിലായിരിക്കത്തില്ല ഈ ഭയപ്പെടുത്തുന്ന ചിന്ത നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭയപ്പെടുത്തുന്ന ചിന്ത, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അതിൻ്റെ റിപ്പിറ്റേഷൻ എന്ന് പറയുന്നതും വളരെ സ്പീഡായിരിക്കും നമ്മളിൽ. ഇപ്പോൾ 24 മണിക്കൂറിൽ 12 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഈ 12 മണിക്കൂറിൽ നമ്മൾ ഭയപ്പെടുന്നതായിരിക്കും 10 മണിക്കൂർ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് ഓപ്പോസിറ്റായിട്ടൊരു നല്ല കാര്യം സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ കാര്യം ഒരു 12 മണിക്കൂറിൽ വളരെ കുറച്ച് സമയങ്ങളെ അത് റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ നമ്മുടെ മനസ്സിൽ. അപ്പം നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിന്തയാണ് വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ ചിന്തയാണ് നമുക്ക് ഭാവനകൾ ഉണ്ടാക്കുന്നത്, നമുക്ക് പ്രതീക്ഷകൾ ഉണ്ടാക്കുന്നത്, ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് ആ ചിന്തയാണ്. എന്നാൽ ഈ ഭയപ്പെടുത്തുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റമാണിത്. അതായത് ഒരു ക്ഷയാത്മകമായ, നശിപ്പിക്കുന്ന, നഷ്ടം വരുത്തുന്ന, വേദന ഉളവാക്കുന്ന, സങ്കടം വരുത്തുന്ന, നമുക്ക് ദുഃഖമാക്കുന്ന, നമ്മളെ അസ്വസ്ഥമാക്കുന്ന, നമ്മളുടെ ഉറക്കം കെടുത്തുന്ന, നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന, നമ്മുടെ ആശ്വാസം കളയുന്ന, നമ്മുടെ ആനന്ദം കളയുന്ന ഒരു സംഗതിയാണ് ഈ ഭയമെന്ന് പറയുന്നത്. ഈ ഭയമെന്ന് പറയുന്നത് കൂടുതൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കുന്ന ആ ചിന്ത എന്താണോ അത് ഒരു വിശ്വാസ സംവിധാനമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് നാം വളരെ ഹൈ ഫ്രീക്വൻസിയിൽ റിപ്പീറ്റഡായിട്ട് ചിന്തിക്കുന്ന ഈ ചിന്തയാണ് വിശ്വാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ. അപ്പോൾ ആ ചിന്ത നല്ലത് വരുമെന്നും ഒരു ശുഭകാലമുണ്ടാകുമെന്നും ഒരു വലിയ പ്രതീക്ഷയുടെയും ഉയർച്ചയുടെയും നന്മയുടെയും ആരോഗ്യത്തിൻ്റെയും ദിനങ്ങളാണ് എനിക്കുള്ളത്, എൻ്റെ മുൻപിൽ ഇനി വരാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്ന ചിന്ത വളരെ ഫ്രീക്വൻസി കുറഞ്ഞ ലെവലിലും റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് പ്രാവശ്യമായിരിക്കും. ഭയമെന്ന് പറയുന്നത് വളരെ വേഗത്തിൽ ഹൈ ഫ്രീക്വൻസിയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ. അതൊരു ക്ഷയാത്മകമായ, നാശാത്മകമായിരിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം, വിശ്വാസ സംവിധാനമാണ് നമ്മുടെ മനസ്സിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നിങ്ങളൊരു കാര്യം ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥ കാര്യം നിങ്ങളത് ശക്തമായി വിശ്വസിക്കുന്നു എന്നാണ്. ഈ ഭയമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ക്ഷയാത്മകമായി, നാശാത്മകമായി, അതിശക്തമായ രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് വാസ്തവത്തിൽ ഭയമെന്ന് പറയുന്നത്. ഈ ഭയം നമ്മളിലേക്ക് വന്നു കഴിയുമ്പം നമ്മൾ ഭയങ്കരമായി നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യുന്നത് നമുക്കറിയാം. അത് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും, മറ്റുള്ളവർക്കും ഫീൽ ചെയ്യും. ബോഡി റിയാക്ട് ചെയ്യുന്നു, പെട്ടെന്ന് അതിങ്ങനെ റിയാക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, വല്ലാത്ത രീതിയിൽ അന്തരീക്ഷം മുഴുവൻ മറ്റുള്ളവരെ അത് ബാധിക്കുന്നു, എല്ലാം ആകുന്നു. പക്ഷെ അതേസമയം അതേ ചിന്തകൾ നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ചിന്തകളാണെങ്കിലോ അതിന് ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും, അതിൻ്റെ റിപ്പീറ്റേഷനും കുറവായിരിക്കും.
അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അങ്ങ് പോകും. ഭയമാണ് വേറെ ഒരു കാര്യത്തിലും പോകുന്നത്, അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് തന്നെ തലയും ചൊറിഞ്ഞ് താടിക്ക് തയ്യും കൊടുത്ത് അങ്ങോട്ടും നടന്ന് ഇങ്ങോട്ടും നടന്ന് വെപ്രാളം കാണിച്ച് പലതും അതിനോട് ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് അതിൻ്റെ ഭയം വർദ്ധിക്കാൻ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റി കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ ഇതാണ് ക്ഷയാത്മകമായ നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. ഇതിന് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം, ക്ഷയാത്മകമായ നാശാത്മകമായ വിശ്വാസ സംവിധാനം എന്ന് പറയാം. ഉദാഹരണം, ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ ആ ആൾ ചിന്തിക്കേണ്ടത്, ബിസിനസ് ഞാനിന്നിങ്ങനെ ചെറുതായിട്ടൊരു കട തുടങ്ങുന്നു, അത് ഞാൻ ഇച്ചിരി വിപുലമാക്കുന്നു, കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നു, അവരെല്ലാം സന്തോഷമായിട്ട് സാധനങ്ങൾ വാങ്ങിപ്പോകുന്നു, വീണ്ടും അവർ റെക്കമെൻഡ് ചെയ്ത് വീണ്ടും കസ്റ്റമേഴ്സ് വരുന്നു, അവരുടെ റെഡി പേയ്മെൻറ്റ് തരുന്നു, എനിക്ക് എടുക്കാൻ പോകുന്നത് സാധനം നല്ല ക്വാളിറ്റി സാധനം വില കുറച്ച് കിട്ടുന്നു, അത് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു, അപ്പോൾ കട വിപുലമാകുന്നു, ഞാൻ കട ഇച്ചിരിയുടെ വിശാലമാക്കുന്നു, വലിയ കടയാവുന്നു, വലിയ കടയായിട്ട് പിന്നെ ഞാൻ അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങുന്നു, അങ്ങനെ പല ബ്രാഞ്ച് തുടങ്ങുന്നു, മാനേജേഴ്സിനെ വയ്ക്കുന്നു, സൂപ്പർവൈസർ വയ്ക്കുന്നു, സ്റ്റാഫിന് കൂടുന്നു, അങ്ങനെ നല്ലൊരു കടയാകുന്നു. അപ്പോൾ എനിക്ക് ആവശ്യം പോലെ എനിക്ക് പൈസ സമ്പാദിക്കാൻ കഴിയുന്നു, ആ സമ്പാദ്യത്തിന് നല്ലൊരു ശതമാനം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറേ കൂടുതൽ ഫാക്ടറികൾ മറ്റ് കാര്യങ്ങളും തുടങ്ങുന്നു, അതിനകത്ത് നല്ലൊരു ശതമാനം കുറേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ചാരിറ്റി ആയിട്ട് ഞാൻ മാറ്റുന്നു, കുറേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, കുറേ പേരെ സഹായിക്കുന്നു, വീട് വെച്ച് കൊടുക്കുന്നു, കുറേ പേരുടെ ജീവിതം ഞാൻ സന്തോഷകരമാക്കുന്നു, അങ്ങനെ ഞാനൊരു സന്തോഷകരമായിരിക്കുന്ന ജീവിതം നയിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം വിശ്വാസത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചിങ്ങനെ ഇരിക്കുക തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് മാർക്കറ്റിൽ ഇച്ചിരി പ്രശ്നങ്ങളുണ്ടാകുന്നു, സാധനങ്ങൾ കിട്ടാതെ വരുന്നു, വില കൂടുന്നു, കസ്റ്റമേഴ്സ് കുറയുന്നു, പെട്ടെന്ന് കൊടുത്ത സാധനങ്ങൾ റിട്ടേൺ അടിക്കുന്നു, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ലാതാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. പെട്ടെന്ന് ഈ ബിലീഫ് സിസ്റ്റം നേരെ ഒരു ഭയത്തിലേക്ക് കിടക്കുക. അപ്പോൾ പെട്ടെന്ന് മനസ്സ് ചിന്തിക്കുക, അയ്യോ ഇത് കൂടുതലായി കഴിഞ്ഞ് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് ഇനിയും ഈ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന, എൻ്റെ സാധനങ്ങൾ ഇനിയും കേടായിപ്പോയാൽ, മാർക്കറ്റിൽ ഇനി എനിക്ക് നല്ല സാധനം കിട്ടാതെ വന്നാൽ, കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആയി പോയി കഴിഞ്ഞാൽ, അയ്യോ ഞാൻ ലോൺ എടുത്തു, അല്ലെങ്കിൽ കടം വാങ്ങിച്ചു, അല്ലെങ്കിൽ തുടങ്ങി, ഇനി എനിക്ക് വാടക കൊടുക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ വാടകയ്ക്കല്ല സ്വന്തം കെട്ടിടമാണെങ്കിൽ ഇതെല്ലാം കൂടെ തീർന്നാൽ എൻ്റെ ഈ സാധനങ്ങളെല്ലാം വേസ്റ്റാവും, ഈ നഷ്ടം വരും, അങ്ങനെ എനിക്ക് നഷ്ടം വന്ന് അയ്യോ ഞാനിതെല്ലാം വിൽക്കേണ്ടി വരും, ഞാനിവിടുന്ന് ഓടിപ്പോകേണ്ടി വരും, കട കയറി ഞാൻ മുടിയും, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ചിന്ത ഇതങ്ങ് പെട്ടെന്ന് ഭയമായി മാറും. അവർ കട പിന്നെ തുറക്കുമ്പോഴും പോകുമ്പോഴെല്ലാം ഇതാ ചിന്തിക്കും, ദൈവമേ ഇന്ന് കസ്റ്റമേഴ്സ് വരുമോ, അയ്യോ ഇന്ന് അവർ റിട്ടേൺ അടിക്കുമോ, ഇന്ന് അവർ റിട്ടേൺ കൊണ്ടുവരും, ഇന്ന് കസ്റ്റമേഴ്സ് വന്ന് ചീത്ത വിളിക്കുമോ, എനിക്ക് സാധനം കിട്ടാതെ വരുമോ, എൻ്റെ സാധനങ്ങൾ അഴുക്കായി പോവോ. അപ്പോൾ ദാണ്ടടാ 10 കസ്റ്റമേഴ്സ് തിരിച്ചു വരുന്നു, നിങ്ങളുടെ സാധനം കൊള്ളത്തില്ല, ദേ കിടക്കുന്നു, എടുത്തോണ്ട് പോകും, ഞങ്ങൾക്ക് വേണ്ട, കസ്റ്റമേഴ്സ് ഓടിപ്പോകുന്നു, മാർക്കറ്റിൽ നിങ്ങൾക്ക് വന്ന സാധനങ്ങൾ അഴുക്കായി പോകുന്നു, ഭയങ്കര പ്രയാസം, നിങ്ങൾ കടം കയറുന്നു, മുടിയുന്നു, ഭയങ്കര പ്രശ്നം. ഇത് നിങ്ങളെങ്ങനെ ഭയത്തിലേക്ക് കൊണ്ടുവരുന്നു, വീണ്ടും ഭയപ്പെടുന്നു. ഇതാണ് വാസ്തവത്തിൽ ഭയത്തിൻ്റെ വിശ്വാസ സംവിധാനം നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു സംവിധാനം നിങ്ങളുടെ മനസ്സിനകത്ത് കയറി പ്രവർത്തിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ഭയമാണെങ്കിൽ അത് കൂടുതൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ചിന്ത. ഞാനിങ്ങനാണോ, ഞാൻ നല്ലതാണെന്ന് ചിന്തിച്ചാൽ അത് കുറച്ച് സമയം ആൾക്കാർക്ക് അത് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ, അത് കഴിയുമ്പോൾ അവരതൊക്കെ മറന്നു പോകും. അതേസമയം ഞാൻ മോശമാണ്, എനിക്കെന്തോ കുഴപ്പമുണ്ട്, എനിക്കെന്തോ രോഗമുണ്ട് എന്ന് ചിന്തിക്കുകയാണ്, അത് 24 hours അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ അവരെ തന്നെ അവർ നോക്കും, കണ്ണാടി എടുത്ത് ഇങ്ങനെ നോക്കും, ഇങ്ങനെയുണ്ടോ, എനിക്ക് ഈ രോഗം വന്നു, ഇങ്ങനെയുണ്ടോ, അവിടെ കുഴപ്പമുണ്ടോ, ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടോ, ഞാൻ മെലിഞ്ഞിട്ടുണ്ടോ, എനിക്കെന്തോ കുഴപ്പമുണ്ടോ, എൻ്റെ കണ്ണ് ചുമന്നാണോ ഇരിക്കുന്നത്, ഇങ്ങനെയുള്ള ഓരോ കാര്യം ഇവരെ തന്നെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കൂടുതൽ തെളിവുകൾ. എന്നിട്ട് യൂട്യൂബിൽ പോയി നോക്കും, ഇൻ്റർനെറ്റിലെടുത്ത് നോക്കും, ChatGPT നോക്കും, ലക്ഷണങ്ങൾ നോക്കും, ദാണ്ടടാ മൊത്ത ലക്ഷണമുണ്ട് നിങ്ങൾക്ക്, ലോകത്തുള്ള സകല രോഗത്തിൻ്റെ ലക്ഷണം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഭയപ്പെടുക, എൻ്റെ ദൈവമേ വലിയ പ്രശ്നമായി. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് കഴിഞ്ഞു, ഒരു ബോഡി ചെക്കപ്പൊക്കെ നടത്തി, ഹെൽത്ത് ചെക്കപ്പ് നടത്തി, ഡോക്ടർ എല്ലാം നോർമലാണ്, കുഴപ്പമൊന്നും, അയ്യോ ഇത് അവിടുത്തെ എന്തോ കുഴപ്പം എനിക്കുണ്ട്, പക്ഷേ അത് അവരുടെ മെഷീനിൽ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്, അവരുടെ ടെക്നോളജിക്ക് പോലും എന്നെ പിടിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഭയം എന്ന് പറയുന്ന മിടുക്കൻ്റെ ജോലി എന്ന് പറയുന്നത്. നമ്മളെ വല്ലാതെ ചുഴലിക്കാറ്റിട്ട് കറക്കുന്ന പോലെ ചുറ്റിച്ച് കളയും. ഇതാണ് ഭയത്തിൻ്റെ സ്പിരിറ്റ് അല്ലെങ്കിൽ ഭയത്തിൻ്റെ വിശ്വാസ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഭയം ഒരു വിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഭയമെന്ന് പറയുന്നത് ടോപ്പ് പവർഫുൾ ഹൈ ഫ്രീക്വൻസി വിശ്വാസ സംവിധാനമാണ്. ഫിയർ ഈസ് ദ മോസ്റ്റ് പവർഫുൾ ഫ്രീക്വൻസി ബിലീഫ് സിസ്റ്റം എന്ന് വേണേൽ പറയാം. അത് നമ്മളെ നയിക്കാൻ തുടങ്ങിയാൽ അതിൽ നിന്ന് നിങ്ങൾ
അതിനാണ് വാസ്തവത്തിൽ ഇവിടെയാണ് നമ്മൾ പറയുന്നത് വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതി എന്ന് പൗലോസ് പറയുന്ന ഭാഗം ഇവിടെയാണ് നമുക്ക് പ്രയോഗിക്കേണ്ടി വരുന്നത്. വിശ്വാസത്തിൻ്റെ ഫൈറ്റ് ആരംഭിക്കേണ്ടത് ഇവിടെയാണ്. വിശ്വാസത്തിൻ്റെ കൊടും യുദ്ധം, ഭയങ്കര ഭീകര യുദ്ധം ഇവിടെയാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ നമുക്ക് പറയണം, ഐ എൻഗേജ്ഡ് ഇൻ ദ വാർ. ഞാനിവിടെ ഒരു വലിയ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് യുദ്ധമാണ്? വിശ്വാസത്തിൻ്റെ യുദ്ധം. എന്താണ് യുദ്ധം? എൻ്റെ മനസ്സിൽ സംഗതി അടുത്ത ഒരു സിസ്റ്റം കയറി പിടിച്ചിട്ടുണ്ട്. അത് ക്ഷയാത്മകമായി, നാശാത്മകമായി ഞാൻ പരാജയപ്പെടുമെന്നും രോഗിയാകുമെന്നും ഞാനൊരു വലിയ കുഴപ്പത്തിലാണെന്നും എൻ്റെ ഇത് സംവിധാനം മുഴുവൻ പ്രശ്നമാണെന്നൊരു സിസ്റ്റം കയറി ഇവിടെ കയറി എൻ്റെ മനസ്സിൽ കയറി ഇത് ചെയ്തിരിക്കുകയാണ്, ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. അതിനെതിരെ ഞാനൊരു വലിയ പോരാട്ടം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ഒരു യുദ്ധം തന്നെ ഞാൻ നടത്തേണ്ടിയിരിക്കുന്നു. ആ ചിന്ത വരുമ്പോഴേ തന്നെ ഭയത്തിൻ്റെ ഡിഫ്യൂസ് ആയി കഴിഞ്ഞു. നമുക്ക് മനസ്സിലായി ശത്രു കയറി എന്ന് മനസ്സിലായാൽ, അല്ലെങ്കിൽ ഇത് എന്നെ നശിപ്പിക്കാനുള്ള ശത്രുവാണ് ഈ കയറിയിരിക്കുന്നത്, ഈ വിശ്വാസ സംവിധാനം അല്ലെങ്കിൽ ഈ ബിലീഫ് സിസ്റ്റം എൻ്റെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള സംഗതിയാണ് കയറിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ പകുതി വിജയം നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഇനി ഇതിനെ പുറത്താക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഭയപ്പെടുന്ന എന്താണോ അതിനെതിരെ നിങ്ങൾ സംസാരിക്കണം. ഭയപ്പെടുന്ന എന്താണോ അതിനെതിരെ നിങ്ങൾ ബലമായി ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, ഭയമേ എന്നെ വിട്ടുപോകുക, ഈ ചിന്തകൾ എന്നെ വിട്ടുപോകട്ടെ, ഈ ഇമാജിനേഷൻ എന്നെ വിട്ടു പോകട്ടെ, ഇതെനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, ഇതല്ല ഞാൻ സമ്പന്നനാണ്, ഞാൻ സമൃദ്ധിയാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ പെർഫെക്റ്റാണ്, ഞാൻ പൂർണ്ണനാണ്. കർത്താവ് ദൈവം എന്നെ പൂർണ്ണനാക്കിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും അപൂർണതയുണ്ടെന്ന് ചിന്തിക്കുന്ന ചിന്ത അത് ഇന്ന് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അപൂർണതയുണ്ടെന്ന് ചിന്തിക്കുന്ന ആ ഭയം അത് ഇന്ന് ഇവിടെ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ്. മനസ്സേ, അതിന് ചിന്തിക്കരുത്. നമ്മൾ മനസ്സിനോട് കമാൻഡ് കൊടുക്കണം. അതിന് മറ്റൊരു ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനത് തൊട്ടൊന്ന് പോവുകയാണ്. നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയണം, ആ ഭയത്തോട് പറയണം, ഭയമേ ഇവിടെ നടത്തിക്കോ പരിപാടി, ഇതിവിടെ അവസാനിപ്പിച്ചിരിക്കുക. ഇനി ഇവിടെ ഈ സിസ്റ്റം ഇവിടെ ചലിക്കത്തില്ല, ഈ സംവിധാനം ഇവിടെ ഓടാനുള്ള സംവിധാനമില്ല, അതിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഭയമെന്ന് പറയുന്നത് വളരെ ശക്തമായി നിങ്ങളെ നശിപ്പിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വളരെ അപകടകാരിയായിരിക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇതിനെ എന്നേക്കുമായി നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുക. ഭയം ഒരു വിശ്വാസ സംവിധാനമാണ്. അതിനെതിരെ പോരാടണം, അതിനെതിരെ യുദ്ധം ചെയ്യണം, അതിനെ സ്റ്റോപ്പ് ചെയ്യണം. അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസുകളും നിങ്ങൾ ഇല്ലാതാക്കണം. ഒരു വലിയ വിജയത്തിലേക്ക്, അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും, സൽഗുണമായത്, സൽകീർത്തിയായത്, പുകഴ്ചയായതും രമ്യമായത് ഇതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീരെന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓർക്കുക, നിങ്ങളെ ഏതെങ്കിലും ഒരു ഭയം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭയം നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ അതിനെതിരെ യുദ്ധം ചെയ്യണം. നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മീയരായവരോ അല്ലെങ്കിൽ മനഃശാസ്ത്ര സേവനം ചെയ്യുന്നവരോ അവരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അവരെല്ലാം ദൈവം ആക്കിയിരിക്കുന്നതാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ടവരാണ് ഇവരെല്ലാവരും. നല്ല ആത്മീയ നേതൃത്വത്തെയോ അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളെയോ അവരെയൊക്കെ കണ്ടിട്ട് എന്നെ ഭയത്തിൻ്റെ ഒരു സിസ്റ്റം എനിക്ക് കിടന്ന് ഇങ്ങനെ കളിക്കണം, അവനെ ഒന്ന് പുറത്താക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവരുടെ സഹായം തേടണം. അവരുടെ സഹായത്താൽ നമുക്ക് ഈ ഭയ സംവിധാനത്തെ പുറത്താക്കാനായിട്ട് സാധിക്കും. അത് വെച്ചുകൊണ്ടിരിക്കരുത്, അപകടകാരിയാണ്. അത് നമ്മളെ മൊത്തം കയറി, നമ്മുടെ മൊത്തം ശരീരത്തിലേക്ക് കയറി ക്യാൻസർ പടർന്നു പിടിക്കുന്ന പോലെ പടർന്നു പിടിക്കാൻ നമ്മൾ ഭയത്തെ അനുവദിക്കരുത്. വളരെ അപകടകാരിയും വളരെ ഭീകരനുമാണ് അവൻ. ഒരു ഭീകരൻ നിങ്ങളിൽ നുഴഞ്ഞു കയറിയെന്ന് ഓർത്താൽ മതി. ഒരു ഭയം നിങ്ങളിലേക്ക് കയറിയെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു തീവ്രവാദി, ഒരു ഭീകരൻ, ഒരു തീവ്രവാദി നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞ് കയറിയിട്ടുണ്ട്. അവനെ എത്രയും ഷൂട്ട് ചെയ്ത് കളയുക, അവനെ എത്രയും ഇല്ലാതാക്കി കളയുക, അവനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള സംവിധാനം നോക്കുക. അൺഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിവുള്ളവരുടെ സഹായം നിങ്ങൾ തേടുക. അപ്പോൾ ഭയം ശക്തമായി നിങ്ങളെ നശിപ്പിക്കുന്ന ഒരു വിശ്വാസ സംവിധാനമാണ് എന്ന് മനസ്സിലാക്കുക. അതിനെതിരെ പോരാടുക, വിജയം വരിക്കുക, സമൃദ്ധിയിലും ഐശ്വര്യത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ ചിന്തിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.